ഇന്നലെ രാത്രി നിങ്ങൾക്കറിയാം കുമരകത്തിനടുത്ത കൈപ്പുഴമുട്ടിൽ തോട്ടിൽ കാർ വെള്ളത്തിൽ വീണു. അവിടെ 2 പേർ മരിച്ചു. അതിൻ്റെ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടിയിൽ ഇന്നാണ്. മഹാരാഷ്ട്രയിലെ ജെയിംസ് ജോർജും അതുപോലെ തന്നെ കൊട്ടാരക്കരയിലെ സൈലി രാജേന്ദ്രയുമാണ്. കൊട്ടാരക്കരയിലെ ജെയിംസ് ജോർജും അതുപോലെ മഹാരാഷ്ട്രയിലെ സൈലി രാജേന്ദ്രയുമാണ് ഇന്നലെ അപകടത്തിൽ മരിച്ചത്. ഈ സാറിപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ അല്ലേ ഇവിടെ? നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ലൈറ്റും കൂടി ഒന്ന് കെടുത്തിക്കുക. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഈ ആ ഗസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ നല്ല ചെറിയ മഴയും കൂടി ഉണ്ട്. അവർ ചിലപ്പം മറ്റേ ഇതുകൊണ്ട് ഗൂഗിൾ മാപ്പ് നോക്കിയായിരിക്കും വന്ന് അവർ പോയില്ലേ. ഈ പഞ്ചായത്തിന് നഷ്ടമുള്ള സ്ഥലമൊന്നുമല്ല ഇത്. ഇവിടെ കിട്ടേണ്ട ഈ ഒരു സംവിധാനത്തിൽ നിന്ന് ഒരു ഹൈമാസ് ലൈറ്റ് വെച്ചിരുന്നെങ്കിലോ, ഇല്ലെങ്കിൽ ഇവിടെ വെട്ടം കിട്ടി ഇല്ലെങ്കിൽ വേണ്ട. ഇതേ സാർ ആ ബോർഡിലോട്ട് നോക്കി 55 ലക്ഷം രൂപ എണ്ണം മുടക്കിയ റോഡല്ലേ. ഇവിടെ ഒരു വളവാന്നുള്ളൊരു സിഗ്നൽ കൊടുക്കാൻ മേലായിരുന്നോ? ഒരു സിഗ്നലും ഇല്ല എന്ന് മാത്രമല്ല, അവിടെ ഇരുട്ടിൽ അമർന്ന് കിടക്കുകയായിരുന്നു ഈ സ്ഥലം. ഗൂഗിളെങ്ങാനും അവരുടെ മാപ്പിട്ട് തെറ്റിച്ചതാണോ എന്നും നമുക്ക് സംശയമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കുന്നുള്ളൂ. കോട്ടയത്ത് നിന്ന് ഈ വാർത്ത ആദ്യമായിട്ട് പുറംലോകത്തെ അറിയിച്ച ടോബി ജോൺസൺ വീണ്ടും ചേരുകയാണ്. ടോബി ജോൺസൺ, ഗുഡ് മോർണിംഗ്. ടോബി, യഥാർത്ഥത്തിൽ ഈ കൊട്ടാരക്കര സ്വദേശിയായ ജെയിംസ് ജോർജും അദ്ദേഹത്തിൻ്റെ മഹാരാഷ്ട്രയിലെ സുഹൃത്തുമാണ് മരിച്ചത്. വളരെ സങ്കടകരമായി. ആ പാലത്തിൻ്റെ കൈവരിക്കടുത്ത് വെച്ച് വണ്ടി തിരിയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ കഴിയുന്ന കാര്യമല്ല. തോട്ടിലേക്ക് വണ്ടി മറിഞ്ഞു, അവിടെ ബഹളം ഉണ്ടായി എന്നൊക്കെ കേട്ടു. പക്ഷേ നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. വിവരങ്ങൾ? SKN തീർച്ചയായിട്ടും ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഒരുപക്ഷെ ഇവിടെ ഉള്ളവർ പോലും ഞെട്ടിയിട്ടുണ്ട്. ഇങ്ങനൊരു അപകടം ഇവിടെ സംഭവിക്കുമോ എന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാ നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. SKN ആദ്യം തന്നെ നമുക്ക് ആ വാഹനം വന്ന വഴി ഒന്ന് കാണിക്കാം. ഈ കാണുന്ന വഴിയിലൂടെയാണ് ആ വാഹനം വന്നത്. ഒരു ചെറിയ റോഡാണ്. ഇതിന് തൊട്ട് വശത്തായിട്ടാണ്, സമീപത്തായിട്ട് തന്നെയാണ് പ്രധാന പാത, അതായത് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന പ്രധാന പാത. കോട്ടയത്ത് നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന പ്രധാന പാതയാണ്. ആ പാതയുടെ ഒരു പാലമാണ്. ആ പാലത്തിന് തൊട്ട് സമീപം ചേർന്ന് തന്നെ ഒരു വഴി, ഒരു ഇടവഴിയാണ്. അവിടെ നിന്നൊരു 30 മീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഈ കാണുന്ന പ്രദേശത്തേക്ക് എത്താം. ഇവിടെ നിന്നും ഒരു വളവാണ്. ഇടതുവശത്തേക്ക് വാഹനം തിരിഞ്ഞു പോകേണ്ട ഒരു റോഡുണ്ട്. പക്ഷേ അവിടെ നിന്നും വാഹനം തിരിയാതെ നേരെ വന്ന് ഈ കടവിലേക്ക് വന്ന് മറിയുന്ന ഒരു കാഴ്ചയാണ് സംഭവമാണ് ഇന്നലെ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അല്പസമയം മുമ്പ് കേട്ട ആ പ്രതികരണത്തിൽ പ്രധാനമായും പറയുന്നത്, ഇവിടെ ഒരു കൈവഴി, ഒരു അപായ സൂചന നൽകുന്ന ദിശാ ബോർഡുകളോ അല്ലെങ്കിൽ ലൈറ്റോ, ഇവിടെ ഒരു ഹൈമാസ് ലൈറ്റോ, ഒരുപാട് ആളുകൾ വരുന്ന, വിനോദസഞ്ചാരികൾ വരുന്ന ഒരു പ്രദേശമാണ്. ഒരു ഹൈമാസ് ലൈറ്റോ ഒരു ദിശാ ബോർഡോ ഒന്നും തന്നെ ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വഴിതെറ്റി വന്നെങ്കിലും അവർ ഈ ഒരു അപായ ദിശാ ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ അവരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് നാട്ടുകാരും പറയുന്നത്. ഇവിടെ നമ്മളോടൊപ്പം ഇന്നലെ ഇവിടെ പ്രദേശത്തുണ്ടായിരുന്ന ചേട്ടന്മാരുണ്ട്. ചേട്ടാ, ഈ പ്രദേശത്ത് ലൈറ്റും ദിശാബോർഡും ഒന്നും ഇന്നലെ ഇല്ലായിരുന്നു? ഇല്ല, സാധനം ഇല്ല. മിക്കവരും ഞങ്ങൾ ഇവിടെ നെല്ല് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തന്നെയാണല്ലോ മെഴുകുതിരി വേട്ടത്തിലാണ് ഞങ്ങൾ മിക്ക ദിവസം നെല്ല് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഞങ്ങൾ പറഞ്ഞ് മടുത്ത് ഇവിടെ ലൈറ്റ് ഇടാണ്. ഇപ്പോൾ ആദ്യത്തെ കുറച്ച് ലൈറ്റ് ഉണ്ടായിരുന്നു. ഈ ലൈറ്റെല്ലാം അഴിച്ചിട്ട് പോയ പരസ്യക്കാരായിരുന്നു, അവർ അഴിച്ചിട്ട് പോയി സംഭവം. ചേട്ടാ, അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ചീപ്പുങ്കലുണ്ട്, അവിടെയൊക്കെ ഇതുപോലെ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്? അല്ല, അവിടെ നല്ല സംവിധാനങ്ങളാണ്. വൈകിട്ട് ലൈറ്റും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഇവിടെ മാത്രം ഒന്നുമില്ല. ഒട്ടും വെട്ടമില്ലായിരുന്നു. ഒരുപാട് പാടശേഖരത്തെ നെല്ല് ഇല്ലവിടെ കയറുന്നത്. ഒരുപാട് പാടശേഖരത്തെ ഒരുപാട് വെച്ചാല് 100-100 ലോഡ് നെല്ല് കയറി പോകുന്നു. അത്രയും നെല്ല് കയറി പോകുന്ന ഈ സ്ഥലം. SKN മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തൊഴിലാളികൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികളുണ്ട്, കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവരുണ്ട്. അവരൊക്കെ വള്ളത്തിൽ വന്ന് ഇവിടെ പലപ്പോഴും ഉണ്ടാകാറുള്ള ഒരു സമയമാണ്. ഒരുപക്ഷെ അങ്ങനെ ഇന്നലെ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചാനേ എന്നുകൂടി ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം ഒരു കൂരാക്കൂരിട്ടായിരുന്നു. ഇന്നലെ നമ്മൾ ഈ ക്യാമറയുടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂരാക്കൂർ ഇരുട്ടാണ്. അതുപോലെ തന്നെ യാതൊരു സൈൻ ബോർഡുകളും തന്നെ ഈ ഒരു പ്രദേശത്തില്ലായിരുന്നു. അതാണ് ഒരുപക്ഷെ ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇന്നലെ രാത്രിയിലാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണിച്ചത്. ആ വാഹനം കാണാൻ സാധിക്കും. KL7 CK 1239 എന്ന് പറയുന്ന വാഹനമാണ്. ഈ വാഹനം കൊച്ചി മാമംഗലത്തുള്ള ഒരു റെന്റേക്കാരിൽ നിന്നും റെന്റ് എടുത്തതാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ജെയിംസ് ജോർജ് എന്ന് പറയുന്ന കൊട്ടാരക്കര
തൃക്കാക്കര സ്വദേശിയും മഹാരാഷ്ട്രയിൽ സ്ഥിരതാമസക്കാരനുമായിട്ടുള്ള ജെയിംസ് ജോർജ് ഈ വാഹനം വാടകയ്ക്കെടുക്കുന്നത്. അദ്ദേഹം ഒറ്റയ്ക്ക് വന്ന് വാഹനം വാടകയ്ക്കെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിട്ടില്ല. നിലവിൽ അദ്ദേഹം അതിനുശേഷം 27-ാം തീയതി ഈ വാഹനം മടക്കി നൽകാമെന്നാണ് പറഞ്ഞിരുന്നത്. ആ വരവാണ്. അതിനുശേഷം ഇവർ കോട്ടയം ഭാഗത്ത് നിന്നാണ് വന്നത്. അതായത് എറണാകുളം ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോലി സംബന്ധമായ ആവശ്യത്തിന് എത്തിയെന്നാണ് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽ നിന്നും, മുംബൈയിലുള്ള ബന്ധുക്കളിൽ നിന്നും നമുക്ക് ലഭിച്ച ഒരു വിവരം. അങ്ങനെ വന്ന് വഴിതെറ്റി ഈ വെള്ളത്തിലേക്ക് വീണതാകാം എന്നാണ് നാട്ടുകാരും പോലീസും എല്ലാവരും തന്നെ അനുമാനിക്കുന്നത്. ഏതായാലും ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്കറിയാവുന്നതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം. അത്രത്തോളം ഉയർച്ചയിലേക്ക് ഇതിൻ്റെ ഒരു പേരും പ്രശസ്തി നമ്മുടെ നാടിൻ്റെ ആ ടൂറിസം സാധ്യതകൾ വളർന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഇത്തരത്തിലുള്ള ഒരു സൈൻ ബോർഡ് പോലും ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു അപകടത്തിലേക്ക് വഴിവെച്ചത് എന്തു തന്നെയായാലും ഇതും ഒരു കാരണമായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കം ഒരുക്കേണ്ട ഒരു ആവശ്യം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. ഈ ഗൂഗിൾ മാപ്പ് ചതിച്ചു എന്നൊക്കെ രീതിയിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? പോലീസ് അങ്ങനെ ഒരു ഗാന്ധിനഗർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുന്നത്. പോലീസിന് അങ്ങനെ ഒരു സംശയമുണ്ട്. കാരണം പ്രധാന റോഡും അതുപോലെ തന്നെ ഇവർ വഴിതെറ്റി വന്ന റോഡും ഒപ്പത്തിനൊപ്പമാണ്. അതായത് അടുത്തടുത്താണ്. അവിടെ ഒരു ചെറിയൊരു ഡിവൈഡർ മാത്രമേ ഉള്ളൂ. അങ്ങനെ വഴിതെറ്റാനുള്ളൊരു സാധ്യത ഉണ്ടാകാമെന്നാണ്. അതല്ല മറ്റ് ഈ ഒരു പ്രദേശത്ത് ഇനി അങ്ങോട്ട് മറ്റ് വീടുകളും ഒക്കെയുണ്ട്. അവിടെ വല്ലോ വന്നതാണോ അതോ വിനോദസഞ്ചാരത്തിന് വേണ്ടി വന്നതാണോ എന്നതൊന്നും തന്നെ പോലീസിനും വ്യക്തമായിട്ടില്ല. ഇവരുടെ ഫോൺ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിശദാംശങ്ങളെല്ലാം നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പരിശോധനയ്ക്കെല്ലാം ശേഷം മാത്രമേ ഇത് ഗൂഗിൾ ചതിച്ചതാണോ. ഒരുപക്ഷെ നമുക്കറിയാവുന്നത് പോലെ തന്നെ എളുപ്പമാർഗ്ഗമാണ്, എറണാകുളം ഭാഗത്തേക്ക് പോകാനുള്ള എളുപ്പമാർഗ്ഗമാണ് ഇതുവഴി ചെന്ന് നേരെ ചേർത്തല ഭാഗം ചാടിയ ചേർത്തല വഴി എറണാകുളം ഭാഗത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇടാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അങ്ങനെ വഴിതെറ്റിയതാണോ അതല്ല ഇവിടേക്ക് വന്നതിന് ശേഷം ഇടത്തേക്ക് തിരിയേണ്ടതിന് പകരം നേരിട്ട് പോയതാണോ എന്നതൊക്കെ പോലീസ് വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും പറയുന്ന ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം, ഇവിടെ കൃത്യമായിട്ടുള്ള ദിശാ ബോർഡില്ലായിരുന്നു, ലൈറ്റില്ല, വെട്ടമില്ല. അത് ഇവിടെയുള്ളവരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന വിനോദസഞ്ചാരികളെയും. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. കൊട്ടാരക്കരയിലെ ജെയിംസ് ജോർജ് കുറച്ചധികം കാലമായി മഹാരാഷ്ട്രയിലാണ് താമസിക്കുന്നത്. മഹാരാഷ്ട്രക്കാരനായ തൻ്റെ സുഹൃത്ത് ശൈലി രാജേന്ദ്രയുമായിട്ടാണ് അദ്ദേഹം ഈ കാറിൽ യാത്ര ചെയ്യുകയും ഈ തോട്ടിലേക്ക് കാറ് മറിഞ്ഞ് കൈപ്പുഴ മുട്ടിലെ തോട്ടിലേക്ക് മറിഞ്ഞ് ഇവർ രണ്ടുപേരും മരണത്തിന് ഇന്നലെ കീഴടങ്ങിയത്. യഥാർത്ഥത്തിൽ ആ സമയത്ത് കാറിൽ നിന്ന് നിലവിളി ഉയർന്നതായിട്ട് അവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആളുകൾ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചതാകാനും സാധ്യത വളരെ കൂടുതലാണ്. ആണെങ്കിലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഗൂഗിൾ മാപ്പ് ഇട്ട് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കുക. ഷോർട്ട് കട്ട് പിടിക്കാനുള്ള കാര്യങ്ങൾ ഈ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുമെന്നതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് കട്ട് എടുക്കുന്ന സമയത്ത് ഈ എങ്ങനെയാണ് സ്ഥലം കിടക്കുന്നതെന്ന് ചിലപ്പോൾ ഗൂഗിൾ മാപ്പിന് അറിയണമെന്നില്ല. എപ്പോഴും ഗൂഗിൾ മാപ്പിൽ അമിതമായി നമ്മൾ വിശ്വാസം അർപ്പിച്ച് യാത്ര ചെയ്യരുത് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ അപകടം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നു.